പ്രധാനമന്ത്രിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ രൂക്ഷ വിമർശനം. രാജ്യാന്തര തലത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും പരാജയമാണെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. ജാതി സെൻസസിലും സംവരണ നയത്തിലും സുതാര്യത വേണം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മോദിയുടെ അഴിമതി ഭരണത്തിന്റെ അവസാനം കുറിക്കുമെന്നും ഖാർഗെ പറഞ്ഞു. അരവിന്ദ് വിവരവുമായി ചേരുന്നു. അരവിന്ദ്, ഈ CWC തുടങ്ങിയോ? അജിത്, CWC യോഗം ഇപ്പോൾ ബീഹാറിലെ പട്നയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തക സമിതി യോഗത്തിന്റെ ആമുഖ പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയും ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്നത്. പ്രധാനമായും ഈ രാജ്യാന്തര തലത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം അത് പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും പരാജയമെന്ന് തന്നെ ഇപ്പോൾ ഖാർഗെ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. തന്റെ സുഹൃത്തുക്കളെന്ന് ആവർത്തിച്ച് വീമ്പിളക്കുന്ന നരേന്ദ്രമോദി രാജ്യത്തെ വലിയ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുകയാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പക്ഷേ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് അധ്യക്ഷൻ ചൂണ്ടിക്കാണിച്ചത്. അതുപോലെ തന്നെ ഈ വോട്ട് കൊള്ളക്കെതിരായ പോരാട്ടം അത് കൂടുതൽ ശക്തമാക്കണം. ഇതുകൂടെ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ, അല്ലെങ്കിൽ നമുക്കറിയാം രാഹുൽ ഗാന്ധി തെളിവുകളടക്കം നിരത്തിയതിന് പിന്നാലെ രാഹുൽ സത്യവാങ്മൂലം നൽകണമെന്നൊരു ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു. എന്നാൽ സത്യപ്രസ്താവന നൽകേണ്ടത് രാഹുൽ ഗാന്ധിയല്ല, മറിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ ചൂണ്ടിക്കാണിച്ചത്. ഇതുകൂടാതെ തന്നെ ബീഹാർ സർക്കാരിനെതിരെയും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടാവുകയാണ്. കാരണം ബീഹാറിൽ കുറ്റകൃത്യങ്ങൾ വലിയ രീതിയിൽ കൂടുന്നൊരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ മേഖല പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ഈ സർക്കാരിനെ പുറത്താക്കി പുതിയ സർക്കാരിനെ കൊണ്ടുവരണമെന്നൊരു ആവശ്യം കൂടി ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് വെക്കുകയാണ്. ഇത് ഇപ്പോൾ നടക്കാൻ പോകുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് നരേന്ദ്രമോദിയുടെ അഴിമതി ഭരണത്തിന്റെ അവസാനമാണെന്നും ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ ഈ യോഗത്തിന്റെ ആമുഖ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. അതിലും ദേശീയ തലത്തിൽ വോട്ടുകൊള്ള ആരോപണം ഉയർത്തുന്നത് എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു രൂപരേഖ ഇന്നത്തെ യോഗം തയ്യാറാക്കും. അതുപോലെ തന്നെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകളും തന്ത്രങ്ങളും കൂടി യോഗം ചർച്ച ചെയ്യുകയാണ്.